തിരുവചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആത്മമിത്രം എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥം നിങ്ങളിൽ പലരും വായിച്ചു കാണും. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗബ്രിയേലി ബോസിസ് എന്ന് പറയുന്ന ഏകസ്ഥ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതാണ്: അതിൽ മുഴുവൻ സംഭാഷണങ്ങളാണ്. ഈശോ മർഗരീത്തായോട് സംസാരിക്കും, മർഗരീത്ത ഈശോയോട് സംസാരിക്കും. ഒരു ദിവസം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈശോ മർഗരീത്തായെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പാവം കൊച്ചു പെൺകുട്ടി, നീ നിന്നിൽ തന്നെ ഒന്നുമല്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ എന്നിലൂടെ ലഭിച്ച ആത്മശക്തിയെക്കുറിച്ച് നീ ബോധവതിയും ആയിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോധിച്ചു കിട്ടേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈശോ മർഗരീത്തായെ അനുസ്മരിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈശോ മർഗരീത്തായെ നോക്കിയിട്ട് പറഞ്ഞു, മർഗരീത്ത, നീ നിന്നിൽ തന്നെ ഒന്നും അല്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരുപക്ഷെ ലോകത്തിൻ്റെ രീതി കൂടെ ചിന്തിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതുതന്നെയാണ്. സുവിശേഷം ആവശ്യപ്പെടുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ, ദൈവഹിതം നിറവേറ്റാൻ മനുഷ്യപ്രകൃതിക്ക് പരിമിതികളുണ്ട്. ആദാമിൻ്റെ പ്രകൃതം മൂലം മലിനമാക്കപ്പെട്ട നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക അസാധ്യമാണെന്ന് ഈശോ തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത് എന്താണ്? ജഡത്തിന് ദൈവരാജ്യം സ്വന്തമാക്കുക അസാധ്യമാണ്. മാംസത്തിന് ജനിക്കുന്ന മാംസം തന്നെ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ എത്ര നല്ല വ്യക്തിയാണെങ്കിലും വേദപുസ്തകം പറയുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പമല്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിക്ക് അസാധ്യം തന്നെ. നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും ആ മാനദണ്ഡത്തിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക ഒരു നല്ല മനുഷ്യന് സാധിക്കും, ഒരു ധാർമ്മിക മനുഷ്യൻ അതിൽ വിജയിക്കും. എന്നാൽ പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ എത്ര നല്ല മനുഷ്യനാണെങ്കിലും, എത്ര ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച് അത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ദയനീയമായിട്ട് പരാജയപ്പെടും. ഉദാഹരണം എന്താണ്? നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. പഴയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു വ്യക്തി കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവന് ശിക്ഷാവിധിയുണ്ട്, നരകശിക്ഷയുണ്ട്. ആ നിയമം പൂർത്തിയാക്കാൻ നമ്മളൊക്കെ വിജയിച്ചിട്ടുള്ളവരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? ഈശോ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ തീ നരകത്തിലേക്ക് എറിയപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിക്ക് അസാധ്യമാണ്. എന്തെങ്കിലും ഹൃദയത്തിൽ സഹോദരനോട് സഹോദരിയോട് ദേഷ്യം, കോപം, നീരസം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സുകൊണ്ട് പൊട്ടി എന്തെങ്കിലും നമ്മുടെ സഹോദരന്മാരെ വിളിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഈ നിയമം മനുഷ്യപ്രകൃതിക്ക് പൂർത്തിയാക്കുക അസാധ്യം തന്നെ. ഇനി സുവിശേഷം പറയുന്ന മിക്കവാറും ഈശോ ആവശ്യപ്പെടുന്ന എല്ലാ നിയമങ്ങളും അപ്രകാരം തന്നെയാണ്. മറ്റൊരു വചനം നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം പേരും വിജയിച്ചിട്ടുള്ളവരാണ്. ഒരു 100% അല്ലെങ്കിൽ ഒരു 99% പേരും, അല്ലെങ്കിൽ 90% പേര് വിജയിച്ചിട്ടുള്ള പഴയ നിയമത്തിൻ്റെ ഒരു നിബന്ധന എന്താണ്? ഒരു നിയമം എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യുന്നവർക്ക് ശിക്ഷ വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ പുരുഷനെ
ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യുന്നവർക്ക് വെച്ചിരിക്കുന്ന അതേ ശിക്ഷാവിധി പുതിയ നിയമത്തിൽ ഹൃദയത്തിലോ മനസ്സിലോ ആസക്തി നിറഞ്ഞ ഏതെങ്കിലും ചിന്തയോ ഭാവനയോ വന്നിട്ടുള്ളവർക്ക് തുല്യമായ ശിക്ഷാവിധിയാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള മനുഷ്യപ്രകൃതിക്ക് അസാധ്യമാണ്. എന്തെങ്കിലും ഹൃദയത്തിൽ അശുദ്ധി നിറഞ്ഞൊരു ചിന്തയോ ഭാവനയോ വരാത്ത രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ജഡവുമായിട്ട് ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വിലയിരുത്തിയാൽ നമ്മളെല്ലാം നരകത്തിന് അർഹരാണ്. സമാനമായിട്ടുള്ള എത്രയോ വചനങ്ങൾ സുവിശേഷത്തിൽ വായിക്കുന്നു. നിങ്ങൾ വായ്പ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ വായ്പ കൊടുക്കരുത് എന്ന വേദപുസ്തകം പറയുന്നത്. ഇത് പാലിക്കുന്ന എത്രയോ പേരുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോയാൽ അത് തിരിച്ച് ചോദിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നു. ഏകദേശം എല്ലാ വചനങ്ങളും സമാനമായ രീതിയിലുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കുറ്റം പറയാത്തവരായിരിക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ ഈശോ പറയുന്നത് എന്താണ്? ആരെയും വിധിക്കരുത്. വാക്കുകൊണ്ട് നീ ആരെയും കുറ്റം പറയുന്നില്ലായിരിക്കാം, പക്ഷേ ആരെയും വിധിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അസാധ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന അതാണ്, മനുഷ്യപ്രകൃതിക്ക് പരിമിതികളുണ്ട്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സെൽഫിലേക്ക് നോക്കി, നമ്മിലേക്ക് നോക്കി നമ്മൾ ദൈവഹിതം നിറവേറ്റാൻ നോക്കിയാൽ ഒരു പരിധിവരെ വിജയിക്കും. അത് കഴിഞ്ഞാൽ സൂക്ഷ്മ പാപങ്ങളിലേക്ക് വരുമ്പോൾ, മൂലപാപങ്ങൾ, അസൂയ, അഹംഭാവം, നീരസം, സമാനമായിട്ടുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ നിയമങ്ങൾ പാലിക്കാൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് പരിശ്രമിക്കുന്നവരെ നോക്കിയിട്ട് വേദപുസ്തകം പറയുന്നത് ആ ശ്രമം ചെന്ന് അവസാനിക്കുന്നത് തികഞ്ഞ പരാജയത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഗബ്രിയേലി ബോസീസിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പാവം കൊച്ചു പെൺകുട്ടി, നീ നിന്നിൽ തന്നെ ഒന്നുമല്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയാനായിട്ട് ഒരിക്കലും ഇങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ ധ്യാനിപ്പിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മളിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാവുന്നതാണ്. ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്, ഇവിടെ ഒരു TV സ്ക്രീൻ കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്നിട്ട് താല്പര്യമുള്ള ഒരാൾക്ക് അവിടെ ആ TV സ്ക്രീനിൻ്റെ അടുത്ത് ഒരു സ്പെഷ്യൽ ചെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളവിടെ ഇരിക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്താൽ സംഭവിക്കാൻ പോണ കാര്യം ഇതാണ്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചിത്രരൂപത്തിൽ ഈ TV സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ചിന്തിച്ച കാര്യങ്ങൾ, ഭാവനയിൽ കണ്ട കാര്യങ്ങൾ എല്ലാം സിനിമയായിട്ട് ഈ TV സ്ക്രീനിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതം ഒരു ചലച്ചിത്രമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം കൂടാനാണോ കുറയാനാണോ സാധ്യത? നമുക്കറിയാം, അത് കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളുടെ അടിസ്ഥാനം വലിയൊരു പരിധിവരെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, നമ്മുടെ സ്വാർത്ഥതയാണ്, എൻ്റെ പേരാണ്, ഞാൻ ശ്രദ്ധിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം. ഒരുപക്ഷെ നന്മ ചെയ്തപ്പോൾ പോലും നിൻ്റെ ആഗ്രഹം എന്താണ്? അതിൻ്റെ പേരിൽ ഞാൻ പ്രശംസിക്കപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കാണുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഐ ആം എ സിന്നർ എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യപ്രകൃതി ആദാമിൻ്റെ പ്രകൃതിക്ക് പാപത്തോട് തന്നെയാണ് ചായ്വ്. അതുകൊണ്ടാണ് ഗബ്രിയേലി ബോസീസ് നോക്കി ഈശോ പറഞ്ഞത്, നീ നിന്നിൽ തന്നെ ഒന്നുമല്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മറ്റൊരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളിലേക്കല്ല, പാപം മൂലം വികലമാക്കപ്പെട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യപ്രകൃതിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം എന്താണ്? നിൻ്റെ പരാജയത്തിൽ നീ ജയം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത കാര്യം മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ അത് കേൾക്കാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ തന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്ന നമ്മിലേക്ക് തിരിയുമ്പോഴല്ല, യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹ സമ്മാനങ്ങളിലേക്ക് തിരിയുമ്പോഴാണ്. നമ്മിൽ തന്നെ നമുക്ക് രക്ഷ സ്വന്തമാക്കുക അസാധ്യമാണ്. മനുഷ്യരിലേക്ക് തിരിഞ്ഞാൽ ലോകത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങൾക്കും പരിധികളുണ്ട്. എന്നാൽ നീ അന്വേഷിക്കുന്നതിൻ്റെ സമൃദ്ധി ക്രിസ്തുവിലുണ്ട്. അവിടെ ഒരിക്കലൊരു റൈറ്റിംഗ് ഞാനിങ്ങനെ വായിച്ചത് പ്രകാരമാണ്. അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്, ഗോഡ് ഫോംഡ് us, ദൈവം നമുക്ക് രൂപം നൽകി. രണ്ടാമത്തെ വാചകം പ്രകാരമാണ്,
സിൻ ഡീഫോംഡ് us. എൻ്റെ അർത്ഥം എന്താണ്? പാപം നമ്മെ വിരൂപരാക്കി. അവസാനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ക്രൈസ്റ്റ്. ആർക്ക് പറയാൻ പറ്റുക? ആദ്യത്തെ വാചകം ഇതാണ്, ദൈവം നമുക്ക് രൂപം നൽകി, ഗോഡ് ഫോംഡ് us. രണ്ടാമത്തത് സിൻ ഡീഫോംഡ് us. അവസാനത്തെ വാചക പ്രകാരമാണ് ക്രൈസ്റ്റ് ട്രാൻസ്ഫോംഡ് us. ചിലപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് പലരും പറയാറുള്ള ഉത്തരവ് ഇതാണ്, ക്രൈസ്റ്റ് റീഫോംഡ് us. റീഫോം എന്നുള്ള വാക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ എന്നാലും അതിനകത്ത് ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. റീഫോം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പാപം ചെയ്യുന്നതിന് മുൻപ് നമുക്കുണ്ടായിരുന്ന അവസ്ഥ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതിൻ്റെ പ്രോബ്ലം എന്താണ്? ഈശോ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് നമ്മെ നിജപ്പെടുത്തി. പക്ഷേ പ്രശ്നം ഇതാണ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി സ്വാതന്ത്ര്യത്തോടെ പറന്നു പോകുന്ന അവസരത്തിൽ ഒരു വേടൻ്റെ കെണിയിൽ പെടുന്നു. ആ പക്ഷിക്ക് സ്വയം രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുന്നില്ല. വേറൊരാൾ വന്ന് ആ പക്ഷിയെ രക്ഷിച്ചു, വീണ്ടും പറന്നു പോകാനായിട്ട് അതിനനുവദിച്ചു. പക്ഷേ പ്രശ്നം ഇതാണ്, അങ്ങനെ പറന്നു പോകുന്ന അവസരത്തിൽ വീണ്ടും ആ പക്ഷി വീണ്ടും മറ്റൊരു കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈശോ രക്ഷിച്ചത് അപ്രകാരമാണെങ്കിൽ പാപത്തിൽ നിന്ന് ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം നൽകി നമ്മൾ വീണ്ടും ഇനി ദൈവമക്കളെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടാൽ വീണ്ടും പിശാചിന് നമ്മുടെ മാനുഷികമായിട്ടുള്ള അവസ്ഥയെ മുതലെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്ന വേദപുസ്തകം പറയുന്നത്, അതിനകത്ത് നമുക്ക് ചില അനുഗ്രഹങ്ങൾ ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്, ഒരു എക്സ്ട്രാ പവർ തന്നിട്ടുണ്ട്. ആ വിഷയമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിലിങ്ങനെ പറയുന്നത്, ക്രൈസ്റ്റ് ട്രാൻസ്ഫോംഡ് us. യേശുക്രിസ്തു നമ്മെ രൂപാന്തരപ്പെടുത്തി വീണ്ടും പഴയ കെണിയിൽ വീഴാതെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സൗജന്യമാണത്. ഇവിടെ പങ്കുവയ്ക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ യോഗ്യതയാലല്ല, യേശുക്രിസ്തു പൂർത്തിയാക്കിയ കാര്യങ്ങളുടെ യോഗ്യതയാൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതിലേറ്റവും വിശേഷപ്പെട്ട കാര്യം, ആദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രവിച്ചതാണ്. അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് യേശുവിൻ്റെ നാമത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ആ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് പലർക്കും മനസ്സിൽ അവ്യക്തതയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഇങ്ങനെ കേൾവിക്കാരുടെ മുൻപിൽ അവതരിപ്പിച്ചു, ഒരു പ്രശ്നം അവതരിപ്പിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ കഴിയുന്നു എന്ന് ബോധിച്ച് കിട്ടിയിട്ടുള്ളവർ, ആ വിഷയത്തിൽ ഉറപ്പ് ലഭിച്ചവർ കൈ ഉയർത്തി സാക്ഷ്യപ്പെടുത്തണം. ചോദ്യം ഇതാണ്, ഇപ്രകാരമാണ്, എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ കഴിയുന്നു എന്ന് ഉറപ്പുള്ളവർ കൈ ഉയർത്തി സാക്ഷ്യപ്പെടുത്തുക. ഇതായിരുന്നു ചോദ്യം. ഞാൻ ശ്രദ്ധിച്ചു, വളരെ ചുരുക്കം പേര് മാത്രമേ കൈ ഉയർത്തിയുള്ളൂ. മറ്റുള്ളവരിങ്ങനെ സംശയത്തോടെ നിന്നു. ഒരുപക്ഷെ ഞാൻ ഒഴുക്കം മട്ടിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൈ ഉയർത്തുമായിരുന്നു. പക്ഷേ എൻ്റെ ചോദ്യത്തിലെ ഒരു വാക്കാണ് പലരുടെയും മനസ്സിനകത്ത് സംശയത്തിന് കാരണമായിട്ട് തീർന്നത്. ആ വാക്ക് എന്താണ്? ഞാൻ ചോദിച്ചത് പ്രകാരമാണ്, എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ വസിക്കുന്നു എന്ന് ബോധിച്ച് കിട്ടിയവർ കൈ ഉയർത്തുക. ഈ നിരന്തര ബന്ധം അതാണ് സംശയം ഉണ്ടാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനും സംശയിച്ച് നിൽക്കുമായിരുന്നു കൈ ഉയർത്താനായിട്ട്. എന്നാൽ ഇന്ന് ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ കൈ ഉയർത്തി ഞാൻ സാക്ഷ്യപ്പെടുത്തും. പ്രിയ സഹോദര സഹോദരി, ആ കാര്യം എനിക്ക് കൃത്യമായിട്ട് ബോധിച്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ തന്നെ വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സംശയം തോന്നുമായിരിക്കും. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് അത്ര കൃത്യമായിട്ട് ബോധിച്ച് കിട്ടുന്നില്ലായിരിക്കാം. അതിന് നിങ്ങളുടെ കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ ആത്മാവാണ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു ക്ലാസ് പോലെ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആത്മീയ ജീവിതത്തിലെ ചില ബോധ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അനേകരുടെ പ്രോബ്ലം എന്താണ്? പരിശുദ്ധാത്മാവിനെ കിട്ടിയോന്ന് അറിയാനായിട്ട് പലരും തിരിയുന്നത് സ്വന്തം സെൽഫിലേക്കാണ്, സ്വന്തം ശരീരത്തിലേക്കാണ്, സ്വന്തം മനസ്സിലേക്കാണ്, സ്വന്തം വികാരങ്ങളിലേക്കാണ്. അങ്ങോട്ട് തിരിയുമ്പോൾ വലിയ തീഷ്ണതയൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല,
ഒരു ആത്മനിറവ് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സംശയമായി. പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സെൽഫിലേക്കല്ല. അവിടെ തിരിഞ്ഞാൽ ചിലപ്പോൾ സംശയം വരും. നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ തലത്തിലേക്കാണ്. അപ്പോൾ വീണ്ടും സംശയം വരും, എന്താ ആത്മാവിൻ്റെ തലം എന്ന് പറയുന്നത്. അതിനുമുമ്പ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിൽ കഴിയുന്നു. മനുഷ്യന് എന്തൊക്കെയുണ്ട്? ആത്മാവുണ്ട്, സംശയമില്ല നിങ്ങൾക്ക്. പിന്നെ എന്തുണ്ട്? ശരീരമുണ്ട്, സംശയമില്ല. നമുക്ക് ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഒന്ന്, മനുഷ്യന് ശരീരമുണ്ട്. ശരീരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താണ്? ബോഡി. ബോഡിയുടെ തർജ്ജമ എന്താണ്? ശരീരം, സംശയമില്ല. രണ്ടാമത്തെ കാര്യം മനുഷ്യനുള്ളത് എന്താണ്? സോൾ. സോൾ എന്ന് വെച്ചാൽ എന്താണ് സോൾ? എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി ഇതാണ്: ആത്മാവ്. എന്നാൽ അത് തെറ്റാണ്. ആ ഉത്തരം തെറ്റാണ്. സോൾ എന്ന് വെച്ചാൽ ആത്മാവ് അല്ല. കാരണം എന്താണെന്നറിയാമോ? സോൾ ആത്മാവാണെങ്കിൽ പിന്നെ സ്പിരിറ്റ് എന്താണ്? ചിലർ പറയും പരിശുദ്ധാത്മാവാണെന്ന് പറയും. അപ്പോൾ ഹോളി സ്പിരിറ്റോ? 4 കാറ്റഗറി ഉണ്ട്. ഒന്ന് ബോഡി, ശരീരം. സോൾ എന്താണെന്ന് പറയാം. സ്പിരിറ്റ് ആത്മാവ് തന്നെ, മനുഷ്യൻ്റെ ആത്മാവ്, ആത്മാവിൻ്റെ തലം. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ്. പിന്നെന്താണ് സോൾ എന്ന് വെച്ചാൽ എന്താണ്? ബോഡി, സോൾ, സ്പിരിറ്റ്, ഇത് 3 വ്യത്യസ്തമാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. മലയാള തർജ്ജമയിൽ വ്യക്തതയില്ല. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കുക. തെസ്സലോനിക്ക ലേഖനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. എന്നിട്ട് ഈ പൂർണ്ണതയെ വ്യക്തമാക്കാനായിട്ട് അടുത്ത വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ലെറ്റ് യുവർ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, നിങ്ങളുടെ ബോഡിയും സോളും സ്പിരിറ്റും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ പ്രശ്നം ഇതാണ്: എന്താണ് സോൾ എന്ന് വെച്ചാൽ എന്താണ്? അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തിരിയേണ്ടത് മലയാളത്തിലെ മറ്റൊരു തർജ്ജമയിലേക്കാണ്. ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് എന്താണ്? ബോഡിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ദേഹം എന്ന് പറയും. ദേഹം പരിചയമുള്ള വാക്കാണ്. ഇനി സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് അല്ല, ദേഹിയാണ്. ദേഹി. ഞാനൊക്കെ ആദ്യം ഓർത്തിരുന്നത് ചേട്ടന്മാർക്ക് ദേഹം, ചേച്ചിമാർക്ക് ദേഹി, അച്ഛന്മാർക്ക് ദേഹം, സിസ്റ്റേഴ്സിന് ദേഹി, അങ്ങനെ ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും ദേഹവും ദേഹിയുമുണ്ട്, ആത്മാവും ഉണ്ട്. ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണും, ദേഹം ദേഹി ആത്മാവിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം എന്ന് പറയുന്നൊരു പാട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ കേട്ട പാട്ടായിരിക്കും. അതിങ്ങനെയാണ്: ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ആത്മാവുണ്ടതിന് തെളിവ് എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മറ്റ് ജീവജാലങ്ങളുടെ മേൽ ചെയ്യാത്തൊരു കാര്യം മനുഷ്യൻ്റെ മേൽ ചെയ്തു. എന്താണത്? അവൻ്റെ മേൽ തൻ്റെ ജീവശ്വാസത്തെ ഊതി. എന്നിട്ട് ദൈവം മനുഷ്യനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്. ഇനി ദേഹി എന്താണെന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾ എന്ന് വെച്ചാൽ ദേഹിയാണ്. ദേഹിക്കകത്ത് 3 കാര്യങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദേഹം ദേഹിയാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടുള്ള മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത്. ദേഹവും ദേഹിയും ചേരുന്നതിനെയാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ബാഹ്യ മനുഷ്യൻ. ശരീരം നമുക്കുണ്ട്, ദേഹമുണ്ട്. ദേഹിയിലുള്ള മറ്റൊരു കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മുടെ വിചാരങ്ങളാണ്. മൈൻഡ്, മനസ്സ്, പ്ലസ് വികാരങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ്, പ്ലസ് നിങ്ങളുടെ തീരുമാനങ്ങൾ, ഇച്ഛാശക്തി, വിൽ പവർ. വിൽ, അതെടുത്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഇത് 3 ചേരുന്നതാണ് ദേഹി എന്ന് പറയുന്നത്. വിചാരങ്ങൾ, വികാരങ്ങൾ. നമുക്കറിയാം, വിചാരങ്ങളും വികാരങ്ങളും മാത്രമല്ല നമുക്കുള്ളത്. പലപ്പോഴും വികാരങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും കിട്ടാറില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല, ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത ഹൃദയഭാരം അനുഭവിക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ. അത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ മറ്റൊരു ഫാക്കൽറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇച്ഛാശക്തി. ദ ഫാക്കൽറ്റി വിത്ത് വിച്ച് യു ടേക്ക് ഡിസിഷൻ. വിൽ എന്ന് പറയും. അപ്പോൾ ഇത് 3 ചേരുന്നതാണ് ദേഹി എന്ന് പറയുന്നത്. അതുള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തോന്നലിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. വില്ല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അനേകർ സ്വന്തം ദേഹം ദേഹിയുടെ മാത്രം പിടിയിലാണ് കഴിയുന്നത്. ദേഹം ദേഹിയുടെ പിടിയിൽ കഴിയുന്നവർക്ക് ദൈവിക വാഗ്ദാനങ്ങൾ പ്രാപിക്കുക അസാധ്യമാണ്.
ഓക്കെ, ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ഇനി മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം എന്താണ്? മനുഷ്യന് ശരീരമുള്ളതുപോലെ മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ബോഡിയുണ്ട്, സംശയമില്ല, ദേഹമുണ്ട്. മൃഗങ്ങൾക്ക് ദേഹിയുണ്ടോ? അവിടെ സംശയം വരുന്നത്. ചിലരില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് ദേഹിയുണ്ട്, സോളുണ്ട് മൃഗങ്ങൾക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? അവർക്ക് സോളിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന് ഇമോഷൻസാണ്, ഫീലിങ്സാണ്. മൃഗങ്ങൾക്ക് ഫീലിങ്സ് ഇല്ലേ? അതിൻ്റെ കുഞ്ഞുങ്ങളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു? ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു പൂച്ചയുണ്ട്. എന്തൊരു സ്നേഹപ്രകൃതിയാണ്! ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ആ പൂച്ചയാണ്. എല്ലാ അച്ഛന്മാരുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഫീലിങ്സ് ഉണ്ട്. മൃഗങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? അതാണ് ഒരു സംശയമുള്ളത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? മാൻ ഈസ് റാഷണൽ ആനിമൽ. ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ എന്നാണ് പറഞ്ഞിരുന്നത്. മുഴുവൻ ശരിയല്ല. മൃഗങ്ങൾക്കും നേരിയ രീതിയിൽ കൂടെ ചിന്തിക്കാനും വിലയിരുത്താനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഉദാഹരണം എന്താണ്? ഞങ്ങളുടെ ആശ്രമത്തിലൊരു പൂച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരോടും നല്ല സ്നേഹപ്രകൃതിയാണ്. പക്ഷേ ഒരച്ഛനെ കാണുമ്പോൾ ജീവനും കൊണ്ട് ഓടും. കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം ആ സ്നേഹം കാണിക്കാൻ വേണ്ടി ആ പൂച്ച അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ അച്ഛൻ പൂച്ചയെ തൂക്കിയെടുത്ത് ഒറ്റയേറ് വെച്ച് കൊടുത്തു. അതുകൊണ്ട് പൂച്ചയ്ക്ക് ഇപ്പോൾ അച്ഛനെ കാണുമ്പോൾ ഒരു പേടി വരുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ അച്ഛൻ പ്രശ്നക്കാരനാണ്, അപകടകാരിയാണ്. എൻ്റെ അച്ഛനെ കാണുമ്പോൾ പൂച്ചയ്ക്ക് അത് ഓർമ്മ വരുന്നുണ്ട്, അത് വഴിമാറി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ കൂടെ ചിന്തിക്കാനും മനസ്സിലാക്കാനും മൃഗങ്ങൾക്ക് പറ്റുന്നുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റുമോ? അതാണ് സംശയം. ആത്മനിയന്ത്രണം പറ്റുമോ? പറ്റില്ലെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത്. മൃഗങ്ങൾക്കും ചില സമയങ്ങൾ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് അവർ ഇമോഷൻസിനും തോന്നലിനും അപ്പുറത്ത് അവർ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയാം. ഉദാഹരണം, നിങ്ങളുടെ വീട്ടിൽ അമ്മച്ചി ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് വേണ്ടി മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒറ്റ കറിയുള്ളൂ, വറുത്ത മീൻ. 5 പേർക്ക് 5 മീനിൻ്റെ കഷ്ണം വറക്കുന്നു. മീൻ വറക്കുന്ന മണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത കൊതി തോന്നും. പക്ഷേ അങ്ങനെ നിങ്ങളൊരു മീനിൻ്റെ കഷ്ണം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അമ്മച്ചിയുടെ അടി കൊണ്ടു അവസാനം കരഞ്ഞ് അടുക്കളയ്ക്ക് പുറത്ത് പോകേണ്ടി വന്നു. നിങ്ങൾക്ക് മീനിൻ്റെ കഷ്ണം കിട്ടിയില്ല. കൊതി കൊണ്ട് നിങ്ങൾ അടുക്കളയിൽ ചെന്നെങ്കിൽ അമ്മച്ചിയുടെ അടി കൊണ്ടു നിങ്ങൾ കരഞ്ഞ് മീൻ കിട്ടാത്ത സങ്കടത്തോടെ അടുക്കളയ്ക്ക് പുറത്തേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീൻ വറക്കുന്ന മണം കേൾക്കുമ്പോൾ നിങ്ങളെക്കാളും കൊതി നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്ക് വരുന്നുണ്ട്. എന്നാലും പൂച്ച അപ്പം അകത്തേക്ക് പോവില്ല. പൂച്ചയ്ക്ക് അറിയാം ഇപ്പോൾ പോയ പ്രശ്നമാണ്. അതുകൊണ്ട് പൂച്ച ഒരു സൈഡിൽ പമ്മി നിൽക്കും. എന്നിട്ട് അമ്മച്ചി മീൻ വറുത്ത് പാത്രത്തിൽ അടച്ചു വെച്ച് അടുക്കളയ്ക്ക് പുറത്ത് പോകുമ്പോൾ പൂച്ച സാവധാനം അടുക്കളയുടെ അകത്തേക്ക് വരും. എന്നിട്ട് ആ മീനിൻ്റെ കഷ്ണം കവർന്നെടുക്കും. എന്ന് വെച്ചാൽ അന്ന് നമ്മളെക്കാൾ ആത്മസംയമനം ആ പൂച്ച കാണിച്ചു. അതിന് ആദ്യം കൊതി വന്നപ്പോൾ അത് ഓടി അടുക്കളയ്ക്കകത്ത് പ്രവേശിച്ചില്ല. ആത്മസംയമനം പാലിച്ച് അവിടെ മാറിയിരുന്നു. അമ്മച്ചി പുറത്ത് പോയപ്പോഴാണ് പൂച്ച അകത്ത് കിടന്നുള്ളൂ. എന്ന് വെച്ചാൽ അന്ന് നമ്മളെക്കാൾ ആത്മസംയമനം ആര് കാണിച്ചു? ആ പൂച്ച കാണിച്ചു. ഞാൻ പറഞ്ഞ ദേഹം, ദേഹി എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്ന് ഇതെല്ലാം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. മനുഷ്യനിൽ അത് വളരെ റിഫൈൻഡാണ്. അത് വലിയ അളവിൽ ഈ പറഞ്ഞ ഫാക്കൽറ്റീസ് പ്രകടമാകുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞ് ദേഹം, ദേഹി മണ്ണിലേക്ക് തന്നെ പോകും. നിങ്ങളുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ പോകും. പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മാവാണ്. അപ്പോൾ മനുഷ്യന് ഇനി ചോദ്യം ഇതാണ്, അപ്പോൾ മൃഗവും മനുഷ്യനും നമ്മൾ വ്യത്യാസം എന്താണ്? മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതും പ്രിയ സഹോദരങ്ങളെ മൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുമായിട്ട് ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? എന്താണ്? മറ്റൊന്നുമല്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിനായിട്ട് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഏക സൃഷ്ടി മനുഷ്യനാണ്. അതിന് കാരണം എന്താണ്? ഒരു വിഷയം വന്നു, പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിനായിട്ട് ദൈവത്തിലേക്ക് നോക്കാൻ പറ്റുന്ന ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഇതുകൊണ്ടാണ് മനുഷ്യന് ആത്മാവുണ്ടെന്ന് പറയാൻ കാരണം. വേദപുസ്തകം പറയുന്ന കാര്യം ഇതാണ്. ദൈവം ചെയ്ത കാര്യം എന്താണ്? എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ദേഹം, ദേഹിയിൽ അവയെ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യനെ അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. അതിനുശേഷം തൻ്റെ ജീവശാസ്ത്രത്തെ അവന് പകർന്നു നൽകി. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസത്തെ ഊതി എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് മനുഷ്യന് ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് ആത്മാവിൻ്റെ തലം എന്ന് പറയുന്നത്. ആത്മാവെന്ന് വെച്ചാൽ എന്താണ്? ആത്മാവുള്ളത് കൊണ്ടാണ് മനുഷ്യന് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. മറ്റു ജീവജാലങ്ങൾക്ക് ആത്മാവിൻ്റെ തലമില്ല. അതുകൊണ്ട് അവർക്ക് ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട്. ഇനി എന്താണ് പ്രത്യേകത? എന്താണ് യേശുക്രിസ്തുവിൽ ദൈവം നൽകിയ കാര്യം? എന്താ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്? ഞാൻ അല്പം യുക്തിപരമായിട്ടാണ് പറയുന്നത്. കാരണം വിഷയത്തെക്കുറിച്ച് ചിലർക്ക് സംശയമുള്ളതുകൊണ്ട്, ചിലരുടെ ഇങ്ങനെ ചിന്തയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ആ രീതിയോടെയാണ് ഞാൻ വിഷയത്തെ സമീപിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവർക്കും ആത്മാവുണ്ട്. അത് വിജാതീയനാണെങ്കിലും മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ആ തല എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ അടുത്ത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം.
വിശ്വസിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. അതാരാണെങ്കിലും ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റും, കാരണം ആ തലം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആ തലം പൂർണ്ണമായും സജീവമായിരുന്നു. ദൈവസാന്നിധ്യ സ്മരണ അവർക്ക് വളരെ സ്വാഭാവികമായിരുന്നു. ഇങ്ങനെ പറയുന്ന സായന്നത്തിൽ ദൈവം അവരോടൊപ്പം സായന്ന സവാരിക്ക് വരുമായിരുന്നു എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യ സ്മരണ അത്ര വ്യക്തമായിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. പാപം ചെയ്തപ്പോൾ ആ മേഖല മങ്ങിപ്പോയി, മൂടിപ്പോയി, അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ആദ്യ മാതാപിതാക്കളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ തലമുറകളും ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിളിക്കാനായിട്ടൊരു പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് അവർക്ക് വിളിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ള സത്യം കേട്ട് യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ സമയത്തും ഏതവസ്ഥയിലും തകർന്ന അവസ്ഥയിലും ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അതിന് കാരണം എന്താണ്? കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടരുന്നതാണ്. സമയപരിധി മൂലം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് കാരണം ഇതാണ്. പരിശുദ്ധാത്മാവിന് കിട്ടാനുള്ള ഏക നിബന്ധന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു, കർത്താവും ദൈവവുമായിട്ട് ഉയർത്തി, ശിഷ്യന്മാരതിന് സാക്ഷ്യം വഹിച്ചു. യേശുവിനെ ഉയർപ്പിച്ച കാര്യം ബോധിച്ച് കിട്ടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന വെളിച്ചം എന്താണ്? അവനൊരു കാര്യം ബോധിച്ച് കിട്ടി, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഏത് സാഹചര്യത്തിൽ നിന്നും നന്മ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും എന്ന് നമ്മൾ പല വചനത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിലും പഴയ നിയമം വചനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് തെളിവുകളില്ല. ശരിയാണ്, ദുഷ്കരമായ പല സമയങ്ങളും ദൈവം ഇടപെടുന്നുണ്ട്. പക്ഷെ ദൈവത്തിനൊരു കാര്യം ബോധിച്ച് കിട്ടണം, ഏതവസ്ഥയാണെങ്കിലും ദൈവത്തിന് ഇടപെടാനായിട്ട് പറ്റും. അത് ബോധിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയി. കാരണം ഇത്രമാത്രം നന്മ ചെയ്തൊരു മനുഷ്യൻ ഇതുപോലെ ദയനീയമായൊരു മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യകുലത്തിന് അത് വലിയൊരു സ്കാൻഡലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. അവരോർത്തു, ഇനി ദൈവത്തിൻ്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? ഇത്രമാത്രം നന്മ ചെയ്തിട്ട് ആ മനുഷ്യന് കിട്ടിയ അവസ്ഥ ഇതാണ്, അന്ത്യം ഇങ്ങനെയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ദൈവം ഒരു കാര്യം തെളിയിച്ചു. ആ സ്ഥാനത്ത് തേജസ്സോടെ നിർത്തിക്കൊണ്ട് ഓടിപ്പോയ ശിഷ്യന്മാരുടെ മുൻപിൽ തേജസ്സോടെ നിർത്തിക്കൊണ്ട് ദൈവം തെളിയിച്ചു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ ഭൂമിയിൽ വന്ന് ഈ ക്രൂശ് മരണത്തിന് വിധേയപ്പെട്ടതുകൊണ്ടാണ് ലോകത്തിന് ഈ കാര്യം ബോധിച്ച് കിട്ടിയത്. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വെളിച്ചം കിട്ടിയവർക്ക് അവരുടെ ആത്മാവിൻ്റെ തലം പൂർണ്ണമായിട്ട് സജീവമായിട്ട് തീർന്നു. ആ വ്യക്തിക്ക് ഏത് സമയത്തും ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റും. കാരണം ഒരു കാര്യം ബോധിച്ച് കിട്ടിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച, ക്രൂശിൽ മരിച്ച യേശുവിനെ ഉയർപ്പിച്ചൊരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വെളിച്ചം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഗബ്രിയേൽ ബോസിസിനെ നോക്കിയിട്ട് ഈശോ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ പാവം കൊച്ചു പെൺകുട്ടി, നീ നിന്നിൽ തന്നെ ഒന്നുമല്ല എന്നറിഞ്ഞുകൊള്ളുവിൻ. നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യപ്രകൃതിക്ക്, ദേഹിക്ക് പരിമിതികളുണ്ട്. ദൈവേഷ്ടം നിറവേറ്റാൻ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ യേശുള്ള വിശ്വാസം വഴി ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രാപിച്ചത് എങ്ങനെയാണ്? നിൻ്റെ യോഗ്യതയാലല്ല, യേശുവിനെ ഉയർപ്പിച്ച രഹസ്യം കേട്ട് നിനക്ക് ലഭിച്ചൊരു ഉറപ്പാണ്. യേശുവിനെ ഉയർപ്പിച്ച് ദൈവം എനിക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ആ പരിശുദ്ധാത്മാവിന് ദൈവം വിശ്വാസപ്രവണം ഏറ്റുപറഞ്ഞ് എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. അത് ആത്മാവിൻ്റെ തലത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. ദേഹിയിൽ അത് പ്രകടമാകുന്ന വഴികൾ എന്താണ്? നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതേക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, അനുകൂലങ്ങൾ മാറി മറഞ്ഞും വരുന്നു. പലപ്പോഴും സ്വന്തം ശക്തിയാൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും ജയം പ്രാപിക്കാൻ ദൈവം ക്രിസ്തുവിൽ നമുക്കൊരു മറ്റൊരു ശക്തിയെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.